ഇത് ബീഹാറിലെ കാഴ്ചയാണെങ്കിൽ ഇനി നമുക്ക് യു പിയിലേക്കൊന്ന് പോയാൽ വേറൊരു കാഴ്ച കാണാം. യു പി ലഖ്നൗ കാൺപൂർ എക്സ്പ്രസ് വേ അറ്റകുറ്റപ്പണിയൊക്കെ നടന്നു. അറ്റകുറ്റപ്പണി നടത്തിയതിനു ശേഷം അവിടെ വെച്ചേക്കുന്നത് എന്താണെന്ന് പ്രേക്ഷകരൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അറ്റകുറ്റപ്പണി നടത്തിയ എക്സ്പ്രസ് വേയിൽ പെഡസ്ട്രിയൽ ഫാനുകൾ വെച്ചേക്കുന്നു. എന്തിനാണ് ഈ പെഡസ്ട്രിയൽ ഫാൻ? മഴയിൽ നനഞ്ഞ റോഡ് വേഗം ഉണങ്ങാൻ പെഡസ്ട്രിയൽ ഫാൻ സ്ഥാപിച്ചിരിക്കുകയാണ് കോൺട്രാക്ടർമാർ. 42,000 കോടി രൂപയ്ക്ക് നിർമ്മാണം പൂർത്തിയാക്കിയ റോഡാണ് തകർന്ന് തരിപ്പണമായി കിടക്കുന്നത്. ജൂലൈ 13 തുറന്നുകൊടുത്ത റോഡ് ദിവസങ്ങൾക്കുള്ളിൽ തകരുകയായിരുന്നു. ഈ കോടിക്കണക്കിന് രൂപ എങ്ങോട്ട് പോയി എന്നാണ് അപ്പോൾ പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത്. ഒടുവിൽ മഴ പെയ്തപ്പോൾ റോഡ് ടാർ ചെയ്താൽ പിടിക്കാത്തത് കൊണ്ട് റോഡിനെ ഉണക്കാൻ വേണ്ടിയിട്ട് പെഡസ്ട്രിയൽ ഫാൻ വെച്ച് കൊടുത്തു നമ്മുടെ നല്ലവനായ ഈ കോൺട്രാക്ടർ. അതാണ് ആ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഒരുപക്ഷെ ലോകത്ത് ഇന്ത്യയിൽ മാത്രം കാണാൻ കഴിയുന്ന ഒരു പ്രത്യേക സാങ്കേതിക വിദ്യയാണിത്. നമ്മളിവിടെ പലതരത്തിലുള്ള പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് റോഡ് നിർമ്മിക്കും. പക്ഷേ ഉത്തർപ്രദേശിലെ ലക്നൌവിൽ റോഡ് നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഇപ്പോൾ മഴയത്ത് നനഞ്ഞ റോഡ് ഉണക്കാൻ വേണ്ടി പെഡസ്ട്രൽ ഫാൻ ഉപയോഗിക്കുന്ന ആത്മാർത്ഥത അത് കാണാതെ പോകരുത്. ആദിൽ പാലോട് വളരെ വിചിത്രമാണ് ഈ കാഴ്ച. എന്തെങ്കിലും ആത്മാർത്ഥതയെ നമ്മൾ സമ്മതിക്കണം. 42,000 കോടി രൂപ കൊടുത്ത് റോഡ് നിർമ്മിക്കുക, ദിവസങ്ങൾക്കുള്ളിൽ അത് തകർന്ന് തരിപ്പണമാവുക, അതിൻ്റെ അറ്റകുറ്റപ്പണി നടക്കുമ്പോൾ മഴ നനയുമ്പോൾ മഴയത്ത് നനയാതിരിക്കാൻ നനഞ്ഞത് വേഗം ഉണങ്ങാൻ വേണ്ടിയിട്ട് പെഡസ്ട്രൽ ഫാൻ വയ്ക്കുക. എന്ത് സംഭവമാണ് ആദിൽ പാലോട്? അരുൺകുമാർ, വളരെ കൗതുകവും നമുക്ക് ഒരല്പം നിരാശയും തോന്നുന്നൊരു വാർത്തയാണിത്. കാരണം ഈ റോഡ് പണിഞ്ഞത് വലിയ തുക മുടക്കിയാണ്, കോടിക്കണക്കിന് ആയിരക്കണക്കിന് കോടി രൂപ മുടക്കിയാണ് ഈ റോഡ് പൂർത്തിയാക്കിയത്. യു പിയിലെ ലക്നൌവിൽ നിന്നും കാൺപൂരിലേക്ക് പോകുന്ന എക്സ്പ്രസ് വേ ആയിരുന്നു. ഇത് തുറന്നു കൊടുത്തത് കഴിഞ്ഞ മാസം 13-ാം തീയതിയാണ്. ആഴ്ചകൾ കഴിയുമ്പോൾ തന്നെ മഴ വന്നു, ഈ റോഡ് തകർന്നു പോകുന്ന കാഴ്ച വന്നു. അത് വലിയ വാർത്തയായിരുന്നു. അതിനുശേഷം യു പി സർക്കാർ ഇടപെടുകയും നടപടി പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ കാര്യമില്ല, ടോളൊക്കെ ഒഴിവാക്കി കൊടുത്തിരുന്നു. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഈ കരാറുകാരോട് കർശനമായ നിർദ്ദേശം അവിടുന്ന് യു പി സർക്കാർ നൽകിയിരുന്നത് അടിയന്തരമായി പ്രശ്നം പരിഹരിക്കണം, എത്രയും വേഗം നിർമ്മാണം പൂർത്തിയാക്കണം, തകരാർ പരിഹരിക്കണം എന്നുള്ളതായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് സർക്കാരിനെ പേടിച്ച് ഈ മഴ നനയുമ്പോൾ അതിൻ്റെ അടിത്തട്ട് നനഞ്ഞു പോകുന്നുണ്ട്. അതുകൊണ്ട് മഴ പെയ്യുമ്പോൾ നനയുന്നത് കാരണം ഈർപ്പം പോകാൻ വേണ്ടി ഉണങ്ങാൻ വേണ്ടി ഫാൻ കൊണ്ട് വെച്ചിരിക്കുകയാണ്. 10ഓളം ഫാൻ അവിടെ വെച്ചിരിക്കുന്നത് നമുക്ക് പ്രാഥമികമായി ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയുന്നുണ്ട്. കരാറുകാരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നതാകട്ടെ സർക്കാർ ഇങ്ങനെ വേഗത്തിൽ പണി തീർക്കണമെന്ന് ആവശ്യപ്പെട്ടതുകൊണ്ട് ഈർപ്പം പോകാനായി വെച്ചിരിക്കുകയാണെന്നാണ് കരാറുകാരും തൊഴിലാളികളും പറയുന്നത്. ഏതായാലും സർക്കാരിന്റെ സമ്മർദ്ദം, അതിനെ തുടർന്ന് പെഡസ്ട്രിയൽ ഫാൻ ഈർപ്പം പോകാനായി റോഡിൽ കൊണ്ടുവച്ചിരിക്കുന്ന വിചിത്രമായ കാഴ്ചയാണ് യു പിയിൽ നിന്ന് വരുന്നത്. അരുൺ, ഓക്കെ, താങ്ക് യു. ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇത്തരം സാങ്കേതിക വിദ്യ നമ്മുടെ ഇന്ത്യയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ? റോഡ് ഉണങ്ങാൻ വേണ്ടിയിട്ട് പെഡസ്ട്രിയൽ ഫാൻ വെച്ചിട്ട് ഇങ്ങനെ കാറ്റടിച്ചു കൊടുക്കുക. ആ കാറ്റിൽ ഇങ്ങനെ റോഡ് ഉണങ്ങട്ടെ. 42,000 കോടി രൂപയ്ക്ക് നിർമ്മിച്ച റോഡ് എക്സ്പ്രസ് വേ തകർന്ന് തരിപ്പണമായി കിടക്കുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ കണ്ടത്.